വെൽക്കം ടു 7 ഡേ മിറക്കിൾസ് ചാനൽ. നമ്മുടെ ജീവിതം ഒരു യാത്രയല്ലേ? എത്ര മുഖങ്ങൾ, എത്ര കഥകൾ അതിലൂടെ നമ്മൾ കടന്നുപോയി. ഈ തിരക്കിനിടയിൽ നമ്മൾ അറിയാതെ നമ്മൾ മറന്നുപോയി ചിലരുണ്ടാകാം. അതുപോലെ മറ്റുള്ളവർ നമ്മെ മറന്നുപോയ നിമിഷങ്ങളോ? നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരാൾക്ക് നിങ്ങളെ പെട്ടെന്ന് മറക്കാൻ കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിനും കാരണമായില്ല എന്നല്ലേ? ഒരു വാക്കുപോലും തിരികെ പറയാതെ, ഒരു ചിരി പോലും ബാക്കി വയ്ക്കാതെ നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ ആ ശൂന്യത എത്ര വലുതാ! പക്ഷേ ഇനി വേണ്ട. ഈ ലോകത്ത് നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളെ കണ്ടുമുട്ടിയ ഒരാൾക്കും നിങ്ങളെ മറക്കാൻ കഴിയരുത്. നിങ്ങൾ ഒരു സാധാരണക്കാരനായി കടന്നു പോവുകയല്ല, നിങ്ങളൊരു അനുഭവമായി മാറണം. ഇനിയുള്ള ഏതാനും നിമിഷങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് 3 മാന്ത്രിക വഴികളെക്കുറിച്ചാണ്. നിങ്ങളെ കണ്ടുമുട്ടിയതിന് അവർ ദൈവത്തോട് നന്ദി പറയുന്ന 3 വഴികൾ. നിങ്ങളുടെ ഓർമ്മ അവരുടെ ഹൃദയത്തിൽ ഒരു അഗ്നിനാളമായി ജ്വലിക്കാൻ പോവുകയാണ്. തയ്യാറാണോ? എങ്കിൽ തുടങ്ങിയാലോ? നിങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്നല്ല, നിങ്ങൾ അവരിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പ്രധാനം. ഒരാളുടെ ജീവിതത്തിൽ ഒരു നേരിയ സ്വാധീനം ചെലുത്തി കടന്നു പോകുന്നത് എളുപ്പമാണ്, എന്നാൽ ആഴമേറിയ സ്വാധീനം ചെലുത്തുക, അതാണ് ആർട്ട്. നിങ്ങൾ എത്രത്തോളം നിങ്ങളാണ്? ഒരു മാസ്ക് ധരിച്ചാണോ നിങ്ങൾ നടക്കുന്നത്? ആളുകൾ മറക്കുക നിങ്ങൾ പറഞ്ഞ വാക്കുകളായിരിക്കും, പക്ഷേ നിങ്ങൾ അവരെ ചിരിപ്പിച്ചതും കരയിച്ചതും ആശ്വസിപ്പിച്ചതുമായ നിമിഷങ്ങളെ അവർ ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാസ്ക് അഴിച്ചു മാറ്റൂ. നിങ്ങളുടെ കുറവുകളെ അംഗീകരിക്കുക. നിങ്ങളൊരു സാധാരണക്കാരനാണെന്ന് സമ്മതിക്കുമ്പോൾ ആളുകൾ നിങ്ങളുമായി ബന്ധപ്പെടാൻ തുടങ്ങും. നിങ്ങളൊരു റോബോട്ടല്ല. നിങ്ങൾ കരയും, തളരും, ചിരിക്കും. നിങ്ങളുടെ വികാരങ്ങളെ ഒളിച്ചു വെക്കാതിരിക്കുമ്പോൾ നിങ്ങളൊരു യഥാർത്ഥ വ്യക്തിയായ മാറുന്നത്. യഥാർത്ഥ മനുഷ്യരെയാ ഓർമ്മകളിൽ സൃഷ്ടിക്കുന്നത്, പ്രതിമകളെയല്ല. ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരാളോട് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഭയത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കൂ. വെറുതെ ഒന്ന് ട്രൈ ചെയ്യൂ. ആളുകൾ നിങ്ങളെ മറക്കാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താണെന്നോ? നിങ്ങൾ അവരെ സഹായിച്ച നിമിഷം അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ദിനമായിരിക്കണം. ആരുമില്ലാത്ത ഒരവസ്ഥയിൽ, പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ ഒരു രക്ഷകനായി അവതരിക്കുമ്പോൾ നിങ്ങളുടെ മുഖം ഒരു വെളിച്ചമായി അവരുടെ മനസ്സിൽ പതിയും. അത് പണത്തിൻ്റെ സഹായമായിരിക്കണമെന്നല്ല, ഒരു ആശ്വാസ വാക്ക്, ഒരു നല്ല ഉപദേശം, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ ഒരു ചെറിയ സഹായം. മുങ്ങിത്താഴുന്ന ഒരാൾക്ക് കിട്ടുന്ന കൈ അയാൾ കരയിലെത്തിയാലും മറക്കില്ല. നിങ്ങളൊരു കൈ ആകൂ. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ സ്നേഹം, ഇതാണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാവുന്നത്. നിങ്ങളെ ഒരു സഹായമായി ഓർക്കുമ്പോൾ അവർക്ക് എങ്ങനെയാ നിങ്ങളെ മറക്കാൻ കഴിയുക? ഇന്ന് ലോകത്തിന് കേൾക്കാൻ ആളില്ല, എല്ലാവർക്കും സംസാരിക്കാനാ തിരക്ക്. നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറും കേൾവിയല്ല, ആഴത്തിൽ കേൾക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ, നിങ്ങളുടെ മറ്റ് ചിന്തകൾ, നിങ്ങളുടെ അടുത്ത പ്ലാൻസ് ഇതെല്ലാം മാറ്റിവെക്കൂ. ആ നിമിഷം ആ വ്യക്തിക്ക് വേണ്ടി മാത്രം നിങ്ങൾ നിലകൊള്ളുക. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയാനുള്ള അവസരത്തിനായി കാത്തിരിക്കുക പതിവ്. പക്ഷേ നിങ്ങൾ ഉത്തരം പറയാതെ കേൾക്കുമ്പോൾ അവരുടെ ഓരോ വാക്കിൻ്റെയും ഭാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ അവരുടെ നിഴലായി മാറുന്നു. നിങ്ങൾ അവരെ കാണുകയും അറിയുകയും ചെയ്യുന്നു. ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് അംഗീകാരമാണ്. ഞാൻ പറയുന്നതിന് വിലയുണ്ട് എന്നവർക്ക് തോന്നുമ്പോൾ ആ വികാരം സമ്മാനിച്ച നിങ്ങളെ അവർക്ക് എങ്ങനെയാ മറക്കാൻ കഴിയുക? ഒരാൾ നിങ്ങളോടൊപ്പം സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വികാരമാണ് ലഭിക്കുന്നത്? നിങ്ങളുടെ സംഭാഷണങ്ങൾ വിരസമായ വിവരങ്ങൾ കൈമാറാനുള്ള വേദിയാകാതെ അവിസ്മരണീയമായ നിമിഷങ്ങൾ സൃഷ്ടിക്കാനുള്ള വേദിയാകണം. ആളുകൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ ഓർമ്മിക്കുക. അവരുടെ കുട്ടിയുടെ പേരോ, കഴിഞ്ഞ ആഴ്ച അവർക്ക് സംഭവിച്ച നല്ല കാര്യങ്ങളോ, അവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്നോ അടുത്ത തവണ അവരെ കാണുമ്പോൾ അത് ചോദിക്കൂ. നിങ്ങൾ ഒരുപാട് തിരക്കുള്ള വ്യക്തിയായിരിക്കാം, പക്ഷേ അടുത്ത 10 ദിവസത്തേക്ക് ഒരു വ്യക്തിയുമായുള്ള സംഭാഷണത്തിൻ്റെ അവസാനം നിങ്ങൾ അവരോട് പറയൂ, നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്നു. ആ വികാരം അവരുടെ മനസ്സിൽ എന്നേക്കും തങ്ങി നിൽക്കും. നിങ്ങളൊരു ശബ്ദമല്ല, നിങ്ങളൊരു മാറ്റമായി മാറുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ ഒരു അലങ്കാരമായി അവരുടെ മനസ്സിൽ എന്നെന്നും നിലനിൽക്കും.
നിങ്ങളൊരു സ്റ്റാറാണ്. തിളങ്ങുക എന്നത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ ചിന്താരീതിയും പ്രവൃത്തികളുമാണ് നിങ്ങളെ അവിസ്മരണീയനാക്കുന്നത്. നിങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷവാനോ പോസിറ്റീവോ ആയിരിക്കണമെന്നല്ല ഇതിനർത്ഥം. പക്ഷേ നിങ്ങളൊരു പ്രത്യേക വ്യക്തിയാണെന്ന് ആളുകൾക്ക് തോന്നണം. നിങ്ങളുടെ ഒരു ട്രേഡ് മാർക്ക് എന്താണ്? അത് നിങ്ങൾ ധരിക്കുന്ന വേഷമാകാം, നിങ്ങളുടെ പ്രത്യേക ചിരിയാകാം, അല്ലെങ്കിൽ ആളുകളെ ഗ്രീറ്റ് ചെയ്യുന്ന നിങ്ങളുടെ രീതിയാകാം. നിങ്ങൾ എപ്പോഴും പാലിക്കുന്ന ഒരു സ്ഥിരത, നിങ്ങൾ എപ്പോഴും നൽകുന്ന പോസിറ്റീവ് എനർജി. നിങ്ങളൊരു മുറിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു സന്തോഷം നിറയുന്നുണ്ടെങ്കിൽ ആളുകൾ ആ സന്തോഷത്തിനായി നിങ്ങളെ തേടും. സന്തോഷം ലഭിക്കുന്ന ഒരിടം ആരും മറക്കില്ല. നിങ്ങളുടെ കഥ നിങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്. ലോകത്തിലെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള സംഗതി മറ്റൊരാളുടെ ജീവിതം കോപ്പി ചെയ്യുക എന്നതാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിലാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പോരാടുന്നത്? നിങ്ങൾ ലോകത്തിന് നൽകുന്ന ആ സന്ദേശം എന്താണ്? ധൈര്യത്തോടെ വ്യത്യസ്തരാവുക. നിങ്ങളൊരു പ്രതിഭാസമാകുമ്പോൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആളുകൾക്കൊരു വിഷയമുണ്ടാകും. നിങ്ങളൊരു സംഭവമായി മാറുമ്പോൾ അവർ നിങ്ങളെ ഒരിക്കലും മറക്കുകയില്ല. കാരണം നിങ്ങൾ അവരുടെ സംഭാഷണത്തിൻ്റെ കേന്ദ്രമായി മാറും. ഓർക്കുക, നിങ്ങൾ ആരാണോ അതുപോലെ ആയിരിക്കുക. അതാണ് ലോകം കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം. നിങ്ങളുടെ ഈ വ്യക്തിപരമായ തിളക്കം അതൊരിക്കലും മാഞ്ഞു പോകില്ല. ഈ യാത്ര ഇവിടെ അവസാനിക്കുക, പക്ഷേ നമ്മുടെ യാത്ര തുടങ്ങുന്നതേയുള്ളൂ. നമ്മൾ 3 വഴികൾ കണ്ടു അല്ലേ? 1, ആഴമേറിയ സ്വാധീനം, ഹെൽപ്പിംഗ് ഹാൻഡായി മാറുക. 2, ആഴത്തിൽ കേൾക്കുക, അപൂർവമായ സംഭാഷണത്തിൻ്റെ ഉടമയാവുക. 3, നിങ്ങളുടെ പ്രതിച്ഛായ, വ്യക്തിപരമായ തിളക്കം നിലനിർത്തുക. ഈ 3 മാന്ത്രിക വഴികളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നിങ്ങൾക്ക് കഴിയണം കേട്ടോ. ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ സ്വയം ചോദിക്കൂ, ഇന്ന് ഞാൻ കണ്ടുമുട്ടിയ ഒരാൾ നാളെ എന്നെ ഓർക്കുമോ? എന്തിനാണ് അവർ എന്നെ ഓർക്കേണ്ടത് എന്ന്. നിങ്ങളുടെ ജീവിതം ഒരു കൊടുങ്കാറ്റായി മാറട്ടെ. നിങ്ങൾ കടന്നു പോകുമ്പോൾ ആ കൊടുങ്കാറ്റ് അവശേഷിപ്പിക്കുന്ന മാറ്റങ്ങൾ അത്ര വലുതായിരിക്കണം. ഒരാൾക്കും അത് അവഗണിക്കാൻ കഴിയരുത്. നിങ്ങൾ ഒരു നല്ല ഓർമ്മയായി, ഒരു നല്ല വെളിച്ചമായി അവരുടെ ഹൃദയത്തിൽ പതിയണം. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ അവർ അഭിമാനിക്കട്ടെ. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ അവർക്ക് എപ്പോഴും ഒരു പുഞ്ചിരി നൽകട്ടെ. ഇതാണ് നിങ്ങൾ, അവിസ്മരണീയമായ നിങ്ങൾ. യാത്ര തുടരുക. ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.